ഞാനിപ്പോൾ അർമേനിയയിലാണ്. കഴിഞ്ഞ വീട് കണ്ടവർക്കറിയാം, ഞാൻ നമ്മുടെ വേൾഡ് റൈഡിൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ നിന്ന് വണ്ടി ഓടിച്ചു. സൗദി, കുവൈറ്റ്, ഇറാഖ്, തുർക്കി എല്ലാം കടന്ന് അങ്ങനെ ഇപ്പോൾ അർമേനിയ എത്തി. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഓ എന്താ പറയുക, അർമേനിയയിൽ വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് നല്ല മഴ കേട്ടോ, അടിപൊളി മഴയാണ്. അപ്പം വണ്ടി ഇപ്പോൾ മഴ കൊണ്ട് കിടക്കുന്നുണ്ട്, വേറെ ഓപ്ഷൻ ഇല്ല. ഐ കീപ് ഹിയർ. ഇവിടെ എല്ലാം മഴ തന്നെ കേട്ടോ. എൻ്റെ വണ്ടി മഴയത്ത് നനഞ്ഞ് പിടിച്ചിട്ട്. പിന്നെ വേറെ സന്തോഷ വാർത്തയുണ്ട്. വരുന്ന വീക്കെൻ്റെ പെട്രോളിന് ജെറിക്കാനായിട്ട് പോയിട്ടുണ്ട്. അത് വീണതാണോ അടിച്ചു മാറ്റിയതാണെന്ന് അറിയില്ല, ഒരു ജെറിക്കാനും പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ വീണതാണ് ചാൻസ് കൊടുത്തു. ഇവിടെ അങ്ങനെ കള്ളന്മാരൊന്നുമില്ല ആയിത്തൊന്നും. അപ്പം അതോടെ കിടക്കട്ടെ. ഇപ്പം ഞാൻ പോണത് പുറത്തേക്കാണ്, പുറത്തേക്ക് കറങ്ങാൻ വേണ്ടി പോകുന്നതാണ്. സേ ഹായ് ഹായ് കം. ഇത് വീടിന് ഓണറെ കുട്ടികളാണ്. ഞാൻ താമസിക്കുന്നത് നമ്മുടെ സ്റ്റീവിൻ്റെ ഒപ്പരാണ്. ഡോക്ടർ സ്റ്റീവ്. ഇവൻ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റുഡൻ്റ് ആയിരുന്നു, ഇപ്പോൾ ഡോക്ടറായിട്ടോ. ആയിനാ സത്യം പറ. കാരണം ഇവൻ്റെ വാട്സപ്പിൽ പേരൊക്കെ മാറ്റി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സ്റ്റീവ് ആയിരുന്നു, ഇപ്രാവശ്യം ഇവൻ ഡോക്ടർ സ്റ്റീവ് കേട്ടോ. ഡോക്ടർ സ്റ്റീവ് എന്തിനാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്? എന്തിനാണ് എന്താണ് പഠിച്ചിറങ്ങി? ഇപ്പം ജനറൽ മെഡിസിൻ MBBS കഴിഞ്ഞു. എന്ത് തോന്നുന്നു? 5 വർഷമായില്ല അർമേനിയയിൽ? 6 വർഷമായി അർമേനിയയിൽ വന്ന് പഠിച്ചിറങ്ങിയിട്ട് എന്ത് തോന്നുന്നു? ഞാൻ ജോർജിയ പോകാതെ അർമേനിയ വന്ന് എന്താണെന്നല്ലേ ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും സ്റ്റീവിൻ്റെ കാറിലോട്ട് കയറാം. നല്ല വെയിലും നല്ല മഴയും. വാ, നമ്മുടെ കൂടെ ഗൂഗിൾ ബ്രോ ഉണ്ട്. ഹായ് പറഞ്ഞോ. പുള്ളിയും ഇവനെ പോലത്തെ ഒരു മിനി ഡോക്ടർ കേട്ടോ. ഓക്കെ, ജോർജിയ എന്തുകൊണ്ടാണ് കയറാത്തത് വെച്ചാൽ, ജോർജിയയിൽ ആക്ച്വലി ഭയങ്കര പ്രശ്നമാണ്. ഇന്നലെ ഞാൻ ആ ബോർഡർ ക്രോസിങ്ങിൻ്റെ വീഡിയോ പറഞ്ഞിരുന്നു. അവർ ഇൻഷുറൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ 100 ലാറി എന്നോട് ഫൈൻ എടുക്കാൻ പറഞ്ഞു. ഞാൻ അപ്പുറം ബോർഡർ കിടക്കുമ്പോൾ അവിടുത്തെ ആ ഒരു സ്ത്രീക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ല. അവരെന്ത് പറയും നമുക്ക് മനസ്സിലാകുന്നുണ്ടേ, ഇവർ പറഞ്ഞ് നമുക്ക് മനസ്സിലാകുന്നില്ല, നമ്മൾ പറഞ്ഞ് ഇവർക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ അടുത്ത് US വിസ, കാനഡ വിസ, എല്ലാ വിസയും ഉണ്ടായിട്ടും ആ ബോർഡർ അവർ എൻ്റെ വിസയിൽ എൻട്രി സ്റ്റാമ്പ് അടിക്കാൻ മാത്രം 1.25 മണിക്കൂർ എടുത്ത്. കാരണം എന്താ പറയുക, പഴയ പാസ്പോർട്ടാണ് എല്ലാ വിസ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരിങ്ങനെ എക്സ്പയറി ഡേറ്റ് നോക്കുമ്പോൾ ഇഷ്യൂ ഡേറ്റാണ് നോക്കുന്നത്. ഇഷ്യൂ ഡേറ്റ് കാണിച്ച് എന്നോട് പറയും ഇതൊക്കെ എക്സ്പയർ. ഞാൻ പറഞ്ഞു മാഡം 10 കൊല്ലത്തെ വിസയാണ്, അമേരിക്കൻ വിസ 10 കൊല്ലമുണ്ട്, ഇഷ്യൂ ഡേറ്റാണ് നിങ്ങൾ നോക്കുന്നത്. പക്ഷേ ഇവർക്കിത് പറഞ്ഞിട്ട് തലേ കയറുന്നില്ല. അങ്ങനെ അവർ ഇൻഷുറൻസ്, ഞാൻ പറഞ്ഞു മാഡം എനിക്ക് ഇൻഷുറൻസ് വേണം. അപ്പോൾ അവർ പറയും ഇൻഷുറൻസ് കറകിരി കുരുകുരു. എന്ത് കുരുകുരു അവർ നമുക്ക് മനസ്സിലാവണ്ടേ? ട്രാൻസ്ലേറ്റ് എടുക്കാൻ വെച്ചാൽ ഗൂഗിൾ മാപ്പും ഇല്ല. അങ്ങനെ ഇൻഷുറൻസിൻ്റെ കാർഡ് തന്നു. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ട്രാൻസിറ്റ് ആയതുകൊണ്ട് ആ 10-70 കിലോമീറ്റർ മാത്രം ഓടണ്ടു, അതുകൊണ്ട് ഇൻഷുറൻസ് വേണ്ടെന്ന് വിചാരിച്ചത്. അപ്പോൾ അടുത്ത ബോർഡർ എത്തിയപ്പം ഭയങ്കര റൂഡ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത റൂഡ്. ഓനോ അതിൻ്റെ കൗണ്ടറിനുള്ളിൽ കൂടെ തല പുറത്തേക്കൂടെ ഒച്ചപ്പെടാക്കുന്നത്. ഞാനൊക്കെ പ്രഷർ ഇളകി. ഞാൻ അടങ്ങിയാണ്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, നിങ്ങൾ ലാംഗ്വേജ് പ്രോബ്ലമാണ്, ഇതാണ്. ഫൈൻ അടിച്ചിട്ട് തന്നിട്ടുണ്ട്. എന്നോട് പറഞ്ഞാൽ അർമേനിയയിലേക്ക് വിട്ടോ വന്നു. ഞാൻ അർമേനിയ വന്നു. ഞാൻ ഫൈൻ തിരിച്ച് ജോർജിയ ഇപ്പം അടക്കണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പറയാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര പ്രശ്നക്കാരാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റുഡൻസ് ആണെന്ന് പറയിപ്പിച്ചത്. ജോർജിയയിൽ വന്ന ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ്. അവരിവിടെ ഡ്യൂപ്ലിക്കേറ്റ് IDPയും അതുപോലെ കള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെച്ചിട്ട് വണ്ടി ഓടിച്ച് ലാസ്റ്റ് പറയിപ്പിച്ചിട്ടാണ് ഗവൺമെൻറ് ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ ഒരു നിലപാടെടുത്തത്. ഇപ്പം എന്തായാലും നമ്മളെപ്പോലുള്ള ജെന്യൂനായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾക്ക് വരെ പണി കിട്ടാൻ തുടങ്ങി കേട്ടോ. ഈ ഓരോ ആൾക്കാർ കള്ളത്തരം കാണിച്ചിട്ട് കിട്ടുന്ന പ്രശ്നങ്ങളത്. നമ്മൾ ഒരാൾ മുന്നേ പോയ ആൾക്കാർ ജെന്യൂനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നാലെ പോകുന്ന ആൾക്കാർക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ തുർക്കി വന്നു, ഇറാഖ് വന്നു, ഞാൻ എല്ലാവരും വളരെ മാന്യമായിട്ട് പെരുമാറിയത്. അതുകൊണ്ട് എന്താ, നാളെ നിങ്ങൾ ആ വഴി വരുമ്പോൾ അവർക്കറിയാം മുന്നേ ഒരു ഇന്ത്യക്കാരൻ പോയിട്ടുണ്ട്, അവൻ വളരെ ഡീസൻ്റ് ആയിരുന്നു, ഇവനും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് നിങ്ങളോട് അവർ നല്ല രീതിയിൽ പെരുമാറും. നിങ്ങളൊരു രാജ്യത്ത് പോയിട്ട് അവിടുത്തെ നിയമവ്യവസ്ഥകളോട് അവിടുത്തെ അധികാരികളോട് വളരെ ഒച്ചപ്പാടും ബഹളവും ആയിക്കഴിഞ്ഞാൽ പിന്നാലെ വരുന്ന എല്ലാവർക്കും അതേ എഫക്റ്റ് വരും കേട്ടോ. നിങ്ങൾ അതുമാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മൾ യാത്രകൾ തുടങ്ങിയിട്ടുള്ളൂ, നമ്മുടെ വരും തലമുറക്കും യാത്രകൾ ചെയ്യാനുണ്ട്, ഇനിയും ഒരുപാട് ആൾക്കാർക്ക് യാത്രകൾ ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ പോകുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ബ്രാൻഡ് അംബാസഡേഴ്സാണ് നമ്മൾ എന്ന രീതിയിൽ ബിഹേവ് ചെയ്താൽ മതി. ഇതാണ് റിപ്പബ്ലിക് സ്ക്വയർ കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വെച്ചിട്ട് വണ്ടിയിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിരുന്നു അല്ലടാ. ഇവനായിരുന്നു അന്ന് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്, സെൻറ്ററിൽ വെച്ചിട്ട് കണ്ടാൽ മതി. ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇതെല്ലാം കേട്ടോ. പിന്നെ മഴ ചെറുങ്ങനെ പാറുന്നുണ്ട്. ഇന്നലെ രാത്രി ഞാൻ നല്ല തണുപ്പ് മഞ്ഞുമലേൻ്റെ നടുവിലേക്ക് കൂടി നല്ല ഐസും വെള്ളവും തലയിൽ ഒഴിച്ചുകൊണ്ടിട്ടോ വന്നിന്. പക്ഷെ എന്താ അറിയില്ല, സർവൈവ് ആയി കിട്ടി. നല്ല ചൂടും സർവൈവ് ആയി, തണുപ്പ് സർവൈവ് ആയി. പെട്ടെന്ന് ക്ലൈമറ്റ് മാറി, നല്ല മഴ കേട്ടോ. നിങ്ങൾ നോക്കിക്കോ, പുറത്ത് നല്ല അടിപൊളി മഴയാണ്. ഇപ്പം ഇവരുടെ വെതർ വെച്ചിട്ട് ഏകദേശം 2 ദിവസമൊക്കെ മഴയാണ്. പിന്നെ നിങ്ങൾ അർമേനിയയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാരെ വിളിച്ച് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ വരിക. അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് കഷ്ടപ്പെട്ട് ടിക്കറ്റ് എടുത്ത് അർമേനിയ വന്നിട്ട് ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുടുങ്ങിപ്പോലെ. അപ്പം എന്താണ് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ അവസ്ഥ എന്താ? ക്ലൈമറ്റ് നമുക്ക് 4 സീസണാണ്. ഓക്കെ, സമ്മർ, ഓട്ടം, വിന്റർ. ഓക്കെ, ഇപ്പൊ നമുക്ക് സ്പ്രിങ്ങിലോട്ട് കടന്നിരിക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ. ഓക്കെ,
ഇപ്പോൾ ഒരു 10 days കഴിഞ്ഞാൽ ഇവിടെ നോർമലി ഗ്രീനറീസ് സ്റ്റാർട്ടാവും. ഫ്ലവർ സീസണായി, ഫ്രൂട്ട്സിൻ്റെ സീസണായി. ഇനി അങ്ങ് ഒക്ടോബർ വരെ സമ്മർ ആയിരിക്കും. സമ്മർ പറഞ്ഞാൽ ദുബായിലെ ചൂടൊന്നുമല്ല, ദുബായിയുടെ വിന്റർ അർമീനിയ സമ്മർ. ബൈക്കേഴ്സ് നോക്കിയ മഴയത്ത് കുറേ എണ്ണം പോകുന്നുണ്ട് കേട്ടോ. ഇന്നലെ ഈ മഴയത്ത് ഇങ്ങനെയാണ് ഞാൻ വന്നത്. ഈ പെരും മഴയത്ത് വന്നത്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാൻ വന്നത് രാത്രിയായിരുന്നു, അത് മഞ്ഞ് മലകൾക്കിടയിലൂടെ. അത് രാത്രി ആയതുകൊണ്ട് എനിക്ക് മഞ്ഞുമല അറിയാത്ത കേട്ടോ. നിങ്ങൾ ആ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും എത്രത്തോളം എന്താ പറയുക കഠോരമായിരുന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഡേ ആണ്. ഞാൻ നമ്മൾ വണ്ടി വാഷിങ്ങിനോട് പോവാണ്. പിന്നെ വെച്ചാൽ ഇവിടെ നല്ല മഴയായിരുന്നു. മഴയായതുകൊണ്ട് തന്നെ പുറത്തോട്ട് വെച്ചിട്ടുള്ളത്. ഒരു ഓപ്ഷനില്ല, ഞാൻ നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് പ്ലാൻ എടുത്ത് സൈഡാക്കി തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സ്റ്റീവാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറക്ക് നൽകിയ വാഷ് ചെയ്യാൻ പോയപ്പോൾ നമ്മളിവിടെ വന്നത് സ്റ്റീവാണ്. അപ്പോൾ സ്റ്റീവാണ് ഇവിടുത്തെ വാഷർമാൻ സ്റ്റീവ്. അങ്ങനെ പിടിച്ചടാ, ക്യാമറ പിടിച്ചാ. കുറേ ദിവസത്തിന് ശേഷം ഒന്ന് വണ്ടി സ്റ്റാർട്ടാക്കട്ടെ. അതൊരു ഫീലാട്ടോ. എവിടെയെങ്കിലും വണ്ടി വിളിച്ചിട്ട് പൊടിയും മഴയെല്ലാം പിടിച്ചിട്ട് ഒറ്റയ്ക്ക് സ്റ്റാർട്ടായിക്കോളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ വീട് പറഞ്ഞത് ഈ സാധനം കണ്ടോ, ഇത് അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ അത് പണിയാണ്. അപ്പോൾ ഞാനിപ്പോൾ കൈനെ കൊണ്ട് ഇങ്ങനെ മാനുവലി ടിങ് 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 ആക്കല്ലോ കേട്ടോ. ആ സാധനമൊക്കെ പൊട്ടി ഉള്ളിലുണ്ട്. വണ്ടിയെല്ലാം അലങ്കോലാണ്. അപ്പോൾ ഞാൻ ബൈക്കിലും ഇവൻ കാറിലും. 2-3 ദിവസം നല്ല മഴയായിരിക്കും കേട്ടോ. കാരണം വെതർ റിപ്പോർട്ട് നോക്കുമ്പോൾ അങ്ങനെ കാണുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വണ്ടി പുറത്തിറക്കാത്തത്. കാരണം ഇവിടെ എന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് പുറത്ത്. തണുപ്പത്ത് മഴയും കൂടി കൊള്ളുമ്പോൾ കറക്റ്റ് ഇരിക്കും. അതുകൊണ്ട് കേട്ടോ. എന്തായാലും ഇനി ബ്രേക്ക് കഴിഞ്ഞ് ഒരു 10 ദിവസം എടുക്കും ബ്രേക്കിന്. ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും മഴയൊക്കെ പോകുന്നുണ്ട് എൻ്റെ പ്രതീക്ഷ. പിന്നെ എന്നാലും നമുക്ക് അർമേനിയ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. ഇപ്പം ഈ ഒരു കാലാവസ്ഥയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന കഴിഞ്ഞാൽ ഞാൻ സൈഡായി പോകും. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കാത്തത്. അർമേനിയ ഞാൻ പറഞ്ഞാൽ ഓൾറെഡി ഞാൻ എക്സ്പ്ലോർ ചെയ്ത് വിട്ടാൽ മുന്നേ. ഓക്കെ, ഞാൻ വാഷിംഗ് സെൻറ്ററിലെത്തില്ലേ. ഓക്കെ, ഇവിടെ എത്തി. എന്താ പറഞ്ഞേ, വരുമോ? ഓരോ രാജ്യങ്ങളിലും ഓരോ സ്റ്റൈലുണ്ട്. ഇപ്പോൾ ഇറാഖിലൊക്കെ കണ്ടിട്ടുണ്ട് പബ്ലിക്കായിട്ട് റോഡ് സൈഡിൽ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അടിച്ച് വാഷ് ചെയ്യാനുള്ളൂ കേട്ടോ. ഇതുണ്ടോ, ഇതൊരു പമ്പാണ്. ഇതിനുള്ളിലാണ് വാഷിംഗ് സെൻറ്റർ വരുന്നത്. ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ ബേക്കിലൊക്കെ ഇവിടെ. ഞാൻ ആക്ച്വലി കുളിച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്ത് വണ്ടി കണ്ടില്ല. അർമേനിയയിൽ ആകെ ഒരു ഗോൾഡ് വിങ് ഉള്ളൂ, അത് പുതിയ ഷേപ്പ് മാത്രമാണ്. ഇത്ര കൊല്ലത്തിനുള്ളിൽ വേറെ ഗോൾഡ് വിങ് ഇവിടെ ഇല്ല. അപ്പോൾ ആൾക്കാരൊക്കെ വണ്ടി കാണുമ്പം ഒരു പ്രത്യേക ഒരു ഫീലിൽ നോക്കുന്നു കേട്ടോ. എനിക്കൊന്നൊരു അന്യഗ്രഹ ജീവിനെ പോലെ. രണ്ടാമത് ഇവിടെ എൻ്റെ വണ്ടിക്ക് ഒരു വർഷത്തേക്ക് വാലിഡിറ്റി ഉണ്ട് ഇവിടെ ഓടാനല്ലേ. അപ്പം ഒരു കൊല്ലം ഓടിയാലോ എന്നാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. സ്റ്റീവിൻ്റെ കൂടെ ഇവിടെ ഇവന് എഡ്യൂക്കേഷൻ കച്ചവടം ടൂറിസം കച്ചവടമൊക്കെ ഉണ്ട്. അതിലൊക്കെ കുറച്ച് അർമേനിയല്ല. അപ്പോൾ അതിലൊക്കെ പാർട്ടായിട്ട് ഇവിടെ ഓടിയാലോ എന്നും കൂടി ഉണ്ട്. 1 ഇയറിന് അർമേനിയ. പിന്നെ നാട്ടിൽ നിന്ന് വണ്ടി ഓടുന്ന ഒരു കൊല്ലം ഓടാറില്ല. നല്ല ഐഡിയ ഉള്ളത്, അടിപൊളി ഐഡിയ കേട്ടോ. വെള്ളടിക്കാരൻ വന്നിട്ടുണ്ട്, വെള്ളടി തുടങ്ങുന്നുണ്ട്. ഓ, ഇത് പത അടിച്ച് പതപ്പിക്കുന്നുണ്ടോ? വണ്ടീൻ്റെ കോലയെ മാറിട്ടോ. നോക്കിയേ, ഉണ്ട് പതയിൽ മുങ്ങി നോക്കി നമ്മളെ വണ്ടി. അടിപൊളിയായിട്ട് പണിയുന്നുണ്ട്. ഭയങ്കര പ്രഷറാണ്, ഭയങ്കര പോസാണ്. ഒരു കച്ചവടമുണ്ടോ എല്ലാം പോകും. അതിൽ വൃത്തിയൊന്നും ഇല്ലാത്ത കഴുകലാണ്. കാരണം വെച്ചാൽ ജസ്റ്റ് പതയടിച്ച് വെള്ളമടിച്ചതിനായിട്ട് വേറെ നമ്മുടെ നാട്ടിൽ പോയി വരച്ച് കഴിയുന്ന പരിപാടി ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ എന്നാലും വണ്ടി കുഴപ്പമില്ല, നീറ്റായി, വലിയ സെറ്റായിട്ട് നീറ്റായി കേട്ടോ. പിന്നെ ഈ ഒരു മെഷീൻ കേട്ടോ, ഇത് നാട്ടിലേക്ക് കിട്ടുവാണെങ്കിൽ വാങ്ങണം. ഈ കഴുകിയ തുണിയില്ലേ, തുണിയിൽ വെള്ളം കളയാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ തുണി വെച്ചിട്ട് ഇങ്ങനെ കറക്കട്ട് ചെയ്യുക. നല്ല ടൈറ്റ് കറക്കുമ്പം വെള്ളം മൊത്തം തായിലേക്ക് വരും. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സാധനം കാണുന്നത്. ഇതുവരെയായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പം ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞല്ലേ, ചേട്ടൻ കഴുകി തന്ന പോലെ എടുത്ത് പോവാം. പിന്നെ ഇന്നലെ വന്ന കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വൃത്തിയാണ്. ഇന്നലെ വന്ന ഫുള്ള് കച്ചറയും പ്രാണികളൊക്കെ ആയിട്ട് എല്ലാവരും. പിന്നെ അറിയാലോ ഡിസ്കിൻ്റെ ഈ സാധനം അത് പൊട്ടിപ്പോയിന്. ഇതെല്ലാം നോക്കടാ, കച്ചറയാടാ ഫുള്ള് തായാലേ. എന്ത് കഥയിലടാ ഇവൻ കഴുകിനി? ഇവിടെല്ലാം ഫുള്ള് കച്ചറിയാ. ഇനി നമ്മൾ പോകണം ഇവിടെ ബൈക്കിൻ്റെ ഷോപ്പിലേക്കാണ്. കാരണം വണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ പറഞ്ഞില്ല ഗോൾഡ് വിങ് ഇവിടെ ഇല്ല. പക്ഷെ എന്നാലും സാധാ വണ്ടികളൊക്കെ പണിയെടുക്കുന്ന ഷോപ്പുകളുണ്ട്. നമുക്ക് നോക്കാം സ്പോർട്സ് ബൈക്ക് അവർ ചെയ്യുമോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഞ്ചിൻ ഓയിലൊക്കെ ഒന്ന് മാറ്റണം റഷ്യക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട്.
ജോർജിയയിലെ ഒരു പഴയൊരു ഗോൾഡ് വിങ്ങിൻ്റെ വീഡിയോ ഞാൻ മുന്നേ കണ്ടിരുന്നു. എല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളും പ്രായമായ ആൾക്കാരെല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ സിഗ്നലിൽ ലെഫ്റ്റ് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സിഗ്നലായിട്ട് വരില്ല കേട്ടോ. നമ്മൾ വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് വരുന്ന വണ്ടികൾ ഒഴിവാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇവർക്ക് റെഡ് വരുന്നൊരു വെയിറ്റ് ചെയ്യണം കേട്ടോ. അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല ഇവിടെ. ഇതാണ് മോനെ, നീ ഇവിടെ കുറ്റിയടിച്ചിരിക്കുന്നുണ്ടല്ലേ. ഇതിൻ്റെ എൻജിൻ ഓയിൽ മാറ്റണം. ഈ വണ്ടി അങ്ങോട്ട് കയറാൻ കുറച്ച് പാടാം. ആൾ ഓക്കെ പറഞ്ഞോ? ചോദിച്ചിട്ടോ. ഇവിടെ ഒരു ബൈക്കിൻ്റെ ഷോപ്പ് കേട്ടോ. ഇവിടെ സർവീസ് ഓപ്ഷൻ, പക്ഷേ ഈ വണ്ടി ഓടിച്ച് കയറാൻ കുറച്ച് പാടാം. ഉള്ളിൽ കയറാൻ പറ്റും. ഇതെല്ലാം ചൈന വണ്ടികളോ. ഓ, ചൈന വണ്ടി വരുമ്പോൾ ഇതേ നമ്മുടെ RTR കിടക്കുന്നുണ്ടല്ലോ. പണ്ട് കയറേണ്ട സാധനമായിരുന്നു ഇവിടെ, കേട്ടിട്ടില്ല. നമ്മൾ കടയിൽ നിന്ന് പുറത്തിറങ്ങി എന്താ പറഞ്ഞു വെച്ചാൽ അവർ സർവീസ് ചെയ്യാറുണ്ട്. പക്ഷേ മുടിഞ്ഞ വിലയാണ്. 1 ലിറ്റർ ഓയിലിന് നാട്ടിലത്തെ 2200 രൂപ. നമുക്ക് അതിൻ്റെ പകുതി വിലക്ക് നമുക്ക് ദുബൈയിൽ നിന്ന് സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, ബ്രേക്കിന് എന്തായാലും ദുബൈ പോകുന്നില്ല, വരുമ്പോൾ സാധനങ്ങൾ മൊത്തം കൊണ്ടുവരാം. അതാണ് നോക്കുന്നതിന്. ഇവിടെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് സർവീസ് മാത്രം ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. പിന്നെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അർമേനിയയിൽ മൊത്തം 3 ഗോൾഡ് വിങ് ഉണ്ട്. എല്ലാം പഴയതാണ്, പഴയ വെർഷനാണ്, പുതിയ വെർഷനല്ല. 3 ഗോൾഡ് വിങ് ഉണ്ട് അർമേനിയയിൽ. അത് ഇവർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇവർക്ക് വണ്ടി കണ്ടപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി. പിന്നെ അവരും ഭയങ്കര ഹാപ്പിയാണ് വണ്ടി കണ്ടരും. ട്രിപ്പിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അവർ ഭയങ്കര രസമാണ്. അപ്പോൾ എന്തായാലും ഞാൻ 3-4 ദിവസമൊക്കെ ദുബായ് പോകുന്നു. എന്നാൽ പിന്നെ പാർട്സ് എല്ലാം അവിടെ നിന്ന് കൊണ്ടുവരും. എക്സ്ട്രാ ബ്രേക്ക് പാർട്സ് കാര്യങ്ങളെല്ലാം കൊണ്ടുവരണം. കാരണം ഇവിടെ നിന്ന് വിട്ടാൽ പിന്നെ റഷ്യ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പണിയാണ്. നെക്സ്റ്റ് കഴിഞ്ഞിട്ടില്ല, നെക്സ്റ്റ് ആണ് നല്ല മഴ കേട്ടോ. ഓക്കെ, നല്ല ഇടിയും മഴയും. വണ്ടി എടുത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓക്കെ, ഇപ്പം ഞാൻ ദുബായി പോവാം. കാരണം ഈ മഴയത്ത് ഞാൻ ബൈക്കും കൊണ്ട് ഇടുന്നത് എന്താ കാണാം. കാലാവസ്ഥ നോക്കുമ്പോൾ ഒരു 10 ദിവസം നല്ല വേദന ഉണ്ട്. ഇപ്പം ഞാൻ ദുബൈയിലേക്ക് പോകട്ടെ. അപ്പോൾ ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് എയർപോർട്ടിൽ പോകാനുള്ള പോക്കാണ്. ബസ്സൊക്കെ മാറിയിരുന്നു. വണ്ടി നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് പൊത്തി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ പോയിട്ട് വാങ്ങിയൊരു കവറാണ്, പ്ലാസ്റ്റിക് കവറാണ്. ഇതിന് 10 ദിർഹംസേ ഉള്ളൂ. നാട്ടിലത് 200 ഉറുപ്പിക കവറിന്. കവർ വാങ്ങിക്കൊണ്ടുവന്ന് മൊത്തം ചുറ്റി വെച്ചിട്ടുണ്ട്. വായിൽ മുട്ടായിലുകൊണ്ടാണ് വരെ പറയാൻ പറ്റത്. ഇതാ ഇപ്പുറത്തെ സൈഡ് വെച്ചിട്ടാ. ഇവിടെ കല്ല് വെച്ചില്ല, കല്ലടങ്ങി പോയാ. പത്ത് ദിവസം എന്തായാലും വണ്ടി ഇങ്ങനെ ഉണ്ട്. അപ്പോൾ മഴ കൊണ്ട് പണിയാണ്ട് വെച്ചിട്ട് കവർ ചെയ്ത് എന്താ പറയുക. കാരണം നമ്മൾ ഓടിക്കുന്ന വണ്ടിയില്ലേ, നമ്മളെപ്പോഴും വളരെ സേഫായിട്ട് വെക്കണം. കാരണം നമ്മളെ ജീവൻ രക്ഷിക്കുന്ന ഒരു സംഭവം അത്. നമ്മളെ ലൈഫിൽ മറ്റെന്തിനേക്കാളും നമ്മളെ വാഹനങ്ങൾക്ക് മുൻഗണന കൊടുത്തേ പറ്റും. സുരക്ഷിതമായിട്ട് നമ്മുടെയോ നമ്മുടെ കുടുംബങ്ങളെയോ ജീവൻ ആ വണ്ടിയുടെ കയ്യിലാണ്. അത് ആക്ച്വലി ജീവനില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മളതിനെ കെയർ ചെയ്യുന്ന പോലെ നമുക്ക് തിരിച്ചിട്ടും കേട്ടോ. എന്താ മേലെ എന്താ വിമാനം പോയതാണ്, മഴയായതുകൊണ്ടാണ് ഒന്ന് താഴ്ന്നു പോകുന്നത്. ഇത് പ്ലംസിൻ്റെ മരം കേട്ടോ. പ്ലംസാണ് ഈ കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഇവിടെ ഉള്ളിൽ. ഓക്കെ, പ്ലംസ്. പ്ലംസ്, ഈ പ്ലംസിനടുത്ത് പുളി എന്തായാലും പ്ലംസ് മധുരമില്ലാണ്ട് ഇതേപോലെ എന്താ പറയുക മൾബറി കേട്ടോ. കാണുന്നത് സ്റ്റീവ, എൻ്റെ വണ്ടി 2 ദിവസം കൂടുമ്പോൾ തുടച്ചു വെക്കണം, സ്റ്റാർട്ടാക്കി വെക്കണം. അരമണിക്കൂർ ഇടുമ്പോൾ തുറന്ന് നോക്കണം, കാറ്റത്ത് പുറന്നു തരും. ഇപ്പം ഒന്ന് പ്രശ്നം നോക്കിയാൽ ആ കല്ല് വീണ് നീ കണ്ടില്ല ഇടത്തണ്ടി, അത് എടുത്തു വെക്കറ കല്ല്. ഒരു കുഴപ്പമില്ല. ഇതെല്ലാം നീ പറയാ കല്ല് താഴെ വെച്ചോ, പ്ലാസ്റ്റിക്കിനെടുത്ത് താഴെ വെച്ചോ. അത് എൻ്റെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക്, സോറി. ബാക്കിയിൽ ഓക്കെയാണ്. അങ്ങേ സൈഡ് ഇളകിയിട്ടുണ്ട്, ശരിയായി കൊടുത്തിട്ടുണ്ട്.
ഇടയ്ക്കിടയ്ക്ക് നോക്കണേ, കാരണം നല്ല ഹെവി ആയിട്ട് കാറ്റടിക്കും. അതുകൊണ്ട് കേട്ടോ എൻ്റെ മുത്താണ്. ഇത് എത്രാമത്തെ കൺട്രി നമ്മൾ 10 പറഞ്ഞല്ലേ? പിന്നെ 90 എണ്ണം കൂടി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇവരാണ് എന്നെ എയർപോർട്ട് ഡ്രോപ്പ് ചെയ്യുന്നത്. എല്ലാവരും വരുന്നുണ്ടേ. ഈ വണ്ടി വിൽക്കാൻ വെച്ചിട്ടുള്ളത്, ഈ വണ്ടി വിൽക്കാൻ വെച്ചിട്ടില്ല. ഏത് വണ്ടി വാ, ചിലപ്പോൾ കച്ചവടം കമ്മീഷൻ ഉണ്ട്. വാ, ആ കിടക്കുന്ന ചുവന്ന കിയ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഏതാണ് മോഡലത്? 2013. അതെ. ഓക്കെ, എത്ര മാർക്കുണ്ട് അർമേനിയയിൽ? മാർക്കറ്റിൽ ഇപ്പോൾ $9,000 ഉണ്ട്. $9,000 മാർക്കുണ്ട് ഈ സാധനത്തിന്. എത്രക്ക് കൊടുക്കും നീ? 8,500 കൊടുക്കും. 8,500 ഈ വണ്ടി കൊടുക്കുന്നതാണ്. കഴുകി എടുത്താൽ നല്ല കളറുള്ള സാധനം കേട്ടോ. അതുപോലെ തന്നെ ഈ വണ്ടി എടുത്താൽ ഓക്കെ, UAE ഒരാൾക്ക് ഈ വണ്ടി എടുത്തുന്ന മെച്ചെന്താ? അർമേനിയിൽ നമുക്ക് റെന്റിനൊന്നും കൊടുക്കാൻ പറ്റില്ല. റെന്റ് കൊടുക്കാം. അതിപ്പോൾ ജോർജിയയിലൊക്കെ ആണെന്നില്ല ടൂറിസ്റ്റ് റെന്റിന് കൊടുക്കുന്നത്? കണക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ആവശ്യമുള്ള ആൾക്കാർ ഇവനെ വിളിച്ചു ചേട്ടാ, ഇവനെ നമ്പർ തന്നേരെ. വേറെ കാര്യമുണ്ട്, ഈ റൂമിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇവനെയാണ്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇവനൊരു കിട്ടിലും പുതു ഷെഫ് കേട്ടോ, ഡോക്ടറാണേ. നോക്കി, ഇവൻ ഡോക്ടർ ആക്ച്വലി. ഇവൻ ജർമ്മനിലേക്കാണ് പോകാൻ ഇവിടെ. പക്ഷേ ഞാൻ ഇവരോട് പറഞ്ഞ ഡോക്ടർ വേണ്ടി എടുക്കാണ്ട് വില ഷെഫിന് വേണ്ടി എടുത്തു. കാരണം നല്ല ടേസ്റ്റ് ഫുഡാണ്. അവൻ്റെ ബിരിയാണി അടിപൊളിയാണ്. അവന് സാമ്പാറും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കി തന്നു, പരിപ്പർ ഉണ്ടാക്കി തന്നു, നെയ്ച്ചോറ് ഉണ്ടാക്കി തന്നു. എല്ലാം അടിപൊളി കേട്ടോ, ടേസ്റ്റാണ്. നല്ല സിറ്റുബിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം സ്റ്റീവൊക്കെ ആക്ച്വലി ഇവൻ ഇല്ലോണ്ടാണ് ഇങ്ങനെ അല്ലേ വയറൊക്കെ ചാടി. അല്ല അല്ലടാ, ഓൻ ഇല്ലോണ്ടല്ല. എടാ നീ ഇത് ഇവർക്ക് ഓസിക്കൊന്നും വെച്ചെടുക്കാൻ നിൽക്കട്ടോ, നീ ചാർജ് ചെയ്യണം. ഇവർ നിന്നെ ഊറ്റുന്ന മനസ്സിലായി. എനിക്ക് ഞാൻ നിന്നെ പ്രശംസിക്കുന്നുണ്ടാ, ജെനുവിനാ. പക്ഷെ ഇവര് നിന്നെ പ്രശംസിക്കുന്നുണ്ടോ? എനിക്ക് പ്രശംസിച്ചു കൊണ്ടിട്ട് നിന്നെ കൊണ്ട് പണിയെടുപ്പിക്കാണ്. അപ്പം ഒരിക്കലും ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ പൈസ വാങ്ങിക്കോട്ടെ, ഇപ്പൊ വേണ്ട. അപ്പൊ നമുക്ക് ഏതായാലും എയർപോർട്ടിലേക്ക് എന്താ പറയാ, എയർപോർട്ട് എത്തി. ഞാൻ തിരിച്ച് ദുബായിലേക്കാണ്. ഒരുപാട് വീഡിയോസ് ഇനി വരാനുണ്ട്. നമുക്ക് ജോർജിയ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ ഒക്കെ വരാനുണ്ട്. ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരാനുണ്ട് കേട്ടോ. അർമേനിയ എന്നത് എക്സ്പ്ലോറിങ് തുടങ്ങിയിട്ടില്ല. നമ്മൾ ചെറിയ മീറ്റപ്പും കാര്യങ്ങളൊക്കെ അർമേനിയയിലുണ്ട്. ഞാൻ അതിൽ പോയി വരട്ടെ, എൻ്റെ വണ്ടിയൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പം മോനെ പറഞ്ഞ പോലെ വണ്ടി നോക്കണം, എല്ലാം നോക്കണം. 2 ദിവസം കൂടെ സ്റ്റാർട്ട് ചെയ്തിടണം, ഒക്കെ ചെയ്യണം കേട്ടോ. ഒരുപാട് നന്ദി സപ്പോർട്ട്. എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ട്രിപ്പിൻ്റെ വീഡിയോസ് മേബി 2-3 ദിവസം ഡിലേ ആവുമായിരിക്കും, പക്ഷേങ്കിൽ അടുത്ത വീഡിയോ ഉടനെ വരും കേട്ടോ. ഓക്കെ, അടിപൊളി യാത്രകളുടെ വീഡിയോസ് അടുത്ത എപ്പിസോഡ് കാണാം.